ചിതലുകൾ ഇനി നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല. അതാണ്ട് ഈ സ്പ്രേ ചെയ്യുന്ന അത്ഭുത കൂട്ടുമതി. മഴക്കാലം വരവായി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയാണ് ചിതലുകൾ. കാര്യം എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നു, പല വീഡിയോയിൽ കമൻറ്റുകൾ വന്നു, ഈ ചിതലിനെ ഒന്ന് ഓടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിതൽ വരാൻ സാഹചര്യം തന്നെ ഈ ഈർപ്പമുള്ള ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ചിതലുകൾ വരാൻ സാധ്യത. നമ്മുടെ വീടിൻ്റെ പല ഭാഗത്തും ഈർപ്പം വരുന്ന സമയത്ത് ആ ഭാഗത്തൂടെ ഇങ്ങനെ ലൈൻ പോലെ, എന്താ പറയുക, റെയിൽവേ ട്രാക്ക് പോലെ ചിതൽ കയറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ചിതലുകളെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും മാറ്റാം. കാര്യം ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് മഴക്കാലമാണ്, ഈ ചിതലുകൾ ഒരുപാട് പെരുകും. അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. +2 എക്സാം കഴിഞ്ഞ് കുട്ടികൾ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്ത് പഠിക്കും? ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് BSc നഴ്സിംഗ് അല്ലെ പാരാമെഡിക്കൽ കോഴ്സുകളായിരിക്കും. അപ്പോൾ എല്ലാവർക്കുള്ള സംശയം ഏതാണ് നല്ല കോളേജ് എന്നുള്ളത്. ഞാനൊരു കോളേജ് പരിചയപ്പെടുത്താം. അതായത് ബാംഗ്ലൂർ സിറ്റിയിൽ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്റർ മാറി VCare ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോളേജുണ്ട്. സ്വന്തമായിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി 3 ഹോസ്പിറ്റലുണ്ട്. പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റും. അതും 40,000 രൂപ ശമ്പളത്തോടു കൂടി. ഹോസ്പിറ്റലിൽ NABH അംഗീകാരത്തോടു കൂടിയുള്ള ഹോസ്പിറ്റലാണ്. VCare കോളേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തവണ വ്യവസ്ഥയിൽ, അതായത് ഈ 4 വർഷം കൊണ്ട് നമുക്ക് തവണ വ്യവസ്ഥയിൽ ഫീസ് അടച്ച് തീർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏജൻറ്റിൻ്റെയോ ഏജൻസിയുടെ ഒന്നും ആവശ്യമില്ലാതെ ഡയറക്റ്റ് കോളേജിൻ്റെ അഡ്മിഷൻ സെല്ലിലേക്ക് വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോളൂ. അതാണ്ട് അപ്പം കുറച്ച് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതെന്ന് പറയുന്നത് വിനാഗിരിയാണ്. വിനാഗിരി നമ്മൾ കുറച്ചധികം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേണ്ട, ഇത്രത്തോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് പല വീഡിയോകളിലും കാണിച്ചിട്ടുള്ളതാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയും ഈ വിനാഗിരിയും നല്ല എഫക്റ്റാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. നമുക്ക് കണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുണ്ടോ, നല്ല രീതിയിൽ നല്ലപോലെ പതഞ്ഞു പോകും. കണ്ട ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുറി നാരങ്ങയാണ് കേട്ടോ. ഒരു മുറി നാരങ്ങ നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞു കൊടുക്കാം. കണ്ട ഒരു മുറി നാരങ്ങയും പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം ഒരു അരമണിക്കൂർ വെക്കണം. എന്താണ്ട് ഇത് കണ്ടോ, ഇത് മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ലപോലെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതാണ്ട് ഇതുപോലൊരു സ്പ്രെയർ മിക്കവാറും എല്ലാവരും വീട്ടിൽ കാണും. ഇല്ലെങ്കിൽ ഇതൊരെണ്ണം വാങ്ങിക്കുന്നത് നല്ലതാണ്. മഴക്കാലത്ത് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ കൊറോണ സമയത്ത് നമുക്ക് ഈ സാനിറ്റൈസർ കിട്ടിയ കുപ്പികളുണ്ടല്ലോ, അതിനകത്തായാലും മതി. ഞാൻ എന്താണ്ട് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിക്കുകയാണേ. നമ്മളാണ്ട് ഇതുപോലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഈ പറഞ്ഞ ചില ഭാഗങ്ങളൊക്കെ ഈ നമ്മൾ തേച്ചിട്ടില്ലായിരിക്കും, വെറും കട്ട മാത്രം കെട്ടിയ സ്ഥലം ഉണ്ടായിരിക്കും. ഇതിൻ്റെ വെളിയിൽ നിന്നും അകത്തേക്ക് ഈർപ്പം പിടിക്കും. അപ്പോൾ നമുക്ക് ഒരു മഴ കഴിയുമ്പോഴൊക്കെ അറിയാൻ പറ്റും ഈർപ്പം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഉറപ്പായിട്ടും ചെതൽ വരാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ഈ സൈഡുകളിലൊക്കെ ഈർപ്പം പിടിക്കാറുണ്ട്. നമ്മളപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതാണ്ട് ഇതെടുത്ത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതുണ്ടോ, ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു ചെതൽ പോലും ഈ പരിസരത്ത് പോലും എടുക്കത്തില്ല. അപ്പോൾ വലിയ മഴ വരുന്നതിന് മുമ്പേ നിങ്ങളത് ചെയ്ത് തുടങ്ങിയോ. ചിതൽ എന്തായാലും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊന്നും തന്നെ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ബൈ.